ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വാർത്തകൾ വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. ഇനിയുള്ള 1 മണിക്കൂർ സമയം. 25 കോടി രൂപയുടെ തിരുവോണം ബമ്പർ ഭാഗ്യശാലി അജ്ഞാതയായി തുടരും. ബമ്പർ അടിച്ചത് പുറത്തറിയിക്കേണ്ട എന്നാണ് തീരുമാനം. നെട്ടൂർ സ്വദേശിനിയാണ് കോടിപതിയെന്ന് 24-ലൂടെ ലോട്ടറി ഏജന്റ് വെളിപ്പെടുത്തിയതോടെ ആകാംക്ഷ വാനോളമായി. പൊതുമധ്യത്തിലെത്താതെ ബാങ്കിൽ നേരിട്ടെത്തി ലോട്ടറി കൈമാറാനാണ് സാധ്യത. അടിച്ചെന്ന് സംശയിക്കുന്ന ആളുടെ വീട് അടച്ചുപോയേക്കണേ. വ്യക്തമായിട്ട് എനിക്കറിയില്ല. എന്നാലും 12 മണിക്കുള്ളിൽ ആള് പ്രത്യക്ഷപ്പെടും. ഭാഗ്യശാലി 12 മണിയോടെ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന് ലോട്ടറി ഏജന്റ് ലതീഷ് പറഞ്ഞതോടെ ആരെന്നറിയാനുള്ള ആകാംക്ഷയും കാത്തിരിപ്പുമേറി. ബമ്പറടിച്ച സ്ത്രീയെ താൻ ഇന്നലെ കണ്ടെന്ന് ലതീഷിന്റെ സുഹൃത്ത് സലാം. എന്താ ഇത്ര ആൾക്കാരെന്നൊക്കെ ചോദിച്ചതാ. അവർക്ക് ചിലപ്പോൾ പേടിയായിട്ടായിരിക്കും, പറയാനുള്ള പേരറിയില്ല ആണെന്നാ തോന്നുന്നു കേട്ടാ. 12 മണിയോടെ ഭാഗ്യശാലിയെ കാണാൻ ലോട്ടറി ഏജൻസിക്ക് മുന്നിൽ തിരക്കേറി. നിയന്ത്രണത്തിന് പോലീസുമെത്തി. എന്നാൽ പൊതുമധ്യത്തിൽ വരാൻ ഭാഗ്യശാലിക്ക് ആഗ്രഹമില്ല. അവർ വരൂല. അവർ പ്രത്യക്ഷപ്പെടാതിരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്ക് തന്നെയാണ് അടിച്ചേക്കണമെന്നാണ് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അവർ വരില്ല, പ്രത്യക്ഷപ്പെടില്ല. അവർ ആളും ആരവും കണ്ടതോടെയാണ് പൊതുമധ്യത്തിൽ വരാനുള്ള തീരുമാനത്തിൽ നിന്ന് ഭാഗ്യശാലി പിന്മാറിയത്. ആകാംക്ഷയും കാത്തിരിപ്പും ഇനിയും നീളും. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തുടർച്ചയായ 2ാം ദിവസവും ചോദ്യം ചെയ്ത് ദേവസ്വം വിജിലൻസ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളാണ് ഇന്ന് പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. എല്ലാം കോടതിയിൽ തെളിയുമെന്നായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. സ്വർണം ചെമ്പാക്കി രേഖപ്പെടുത്തിയ ദേവസ്വം നടപടിയിലെ വീഴ്ചകൾ തെളിയിക്കുന്ന രേഖകളും ഇന്ന് പുറത്തുവന്നു. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ വിജിലൻസിന് മുന്നിൽ ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. തനിക്ക് ലഭിച്ചത് ചെമ്പുപാളിയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിച്ചു. ഉദ്യോഗസ്ഥ വീഴ്ചയിൽ തന്നെ എന്തിന് പഴിചാരണമെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിലപാട്. സ്വർണ്ണപ്പാളി ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നും പ്രാർത്ഥനകളും പൂജകളും മാത്രമാണ് നടത്തിയത് എന്നും ചോദ്യം ചെയ്യലിൽ മറുപടി നൽകി. താനടക്കം 3 പേർ ചേർന്നാണ് സ്വർണം പൂശാനുള്ള ചെലവ് വഹിച്ചതെന്നും 15 ലക്ഷത്തോളം രൂപ ചെലവായെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് വീണ്ടും സാമ്പത്തിക ഇടപാടുകളിൽ ചോദ്യം ചെയ്തത്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്തും പുറത്തും സംഭാവന സ്വീകരിച്ചിട്ടുണ്ടോ, തങ്കവാതിൽ ഘോഷയാത്രയുടെ പണച്ചിലവ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ദേവസ്വം വിജിലൻസ് വ്യക്തത തേടിയത്. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി മടങ്ങി. ഉദ്യോഗസ്ഥർ ചോദിച്ചതിനെ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു. അതൊക്കെ ഹൈക്കോടതിയിൽ ഇപ്പൊ അന്വേഷണത്തിലും എല്ലാം വെളിപ്പെടും. എന്നെ പ്രതിക്കൂട്ടിലാക്കി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാര്യം സത്യം തെളിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. അതിനുള്ള സമയം തന്നാലല്ലേ പറ്റുള്ളൂ. സ്വർണം ചെമ്പാക്കി രേഖപ്പെടുത്തിയ ദേവസ്വം നടപടികളിലെ വീഴ്ചകൾ വ്യക്തമാക്കുന്ന മഹസർ വിവരങ്ങളാണ് ഇന്ന് പുറത്തുവന്നത്. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയത് ചട്ടങ്ങൾ അട്ടിമറിച്ചാണ്. 2019 ജൂലൈ 20 കൈമാറ്റത്തിൽ തിരുവാഭരണം കമ്മീഷണർ പങ്കെടുത്തിരുന്നില്ല. കമ്മീഷണർ മേൽനോട്ടം വഹിക്കാനായിരുന്നു ഉത്തരവ്. ഉദ്യോഗസ്ഥർ അനുഗമിക്കാതെ പാളി പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു. സെപ്റ്റംബർ 11 പാളി പുനഃസ്ഥാപിച്ചപ്പോൾ മഹസറിൽ ഭാരം രേഖപ്പെടുത്തിയിരുന്നില്ല. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാനും ദേവസ്വം വിജിലൻസ് നീക്കം നടത്തുന്നുണ്ട്. വാസുദേവൻ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 3 സഹായികളെയും ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. 2019 അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ചെമ്പുപാളി എന്ന മുൻ പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. സ്വർണം പൂശിയ ചെമ്പുപാളിയാകാം കൈമാറിയത് എന്നാണ് പ്രതികരണം. ദേവസ്വം ഭരണം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു. CBI അന്വേഷണം വേണമെന്ന ആവശ്യം UDF ആവർത്തിച്ചു. 2019 കൈമാറിയത് ചെമ്പുപാളിയെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിലാണ് ഇന്ന് എ പത്മകുമാർ വിശദീകരണവുമായി എത്തിയത്. 44 കിലോ സ്വർണം കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 38 കിലോ സ്വർണമേ ഉള്ളൂ. 6 കിലോ സ്വർണത്തിന്റെ കുറവ് വന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ചെമ്പുപാളിയാണ്, ഇത്രയും തൂക്കം വരുന്നത് ചെമ്പുപാളിയാണ്, അതിന് പ്ലേറ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്വർണമോ ചെമ്പോ എന്ന് തനിക്കറിയില്ലെന്ന് കൈമാറ്റം നടക്കുമ്പോൾ മഹസറിൽ ഒപ്പിട്ട മുൻ മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരി 24നോട്. അത് സ്വർണ്ണാണോ ഇതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കണമെന്നില്ല. എല്ലാം കണ്ടാ ഒരേപോലെയാണ്. മഞ്ഞ നിറത്തിലാണ് കാണുന്നത്, അത്രേ പറയാൻ പറ്റുള്ളൂ. 1999 സ്വർണം പൂശുകയായിരുന്നില്ല, പൊതിയുകയായിരുന്നുവെന്ന് സാക്ഷിയായിരുന്ന മാധ്യമപ്രവർത്തകൻ വേണുമാധവൻ പറഞ്ഞു. അപ്പോൾ ഈ തകിട് എന്നെ എടുത്ത് അവർ കാണിക്കും. അപ്പോൾ ആ തകിട് ഞാൻ എടുത്തിട്ടുണ്ട്, സ്വർണ്ണ തകിടുകളാണ്. അപ്പോൾ അത് നമ്മുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ നമ്മളൊരു ഈ A4 പേപ്പറിൻ്റെ അതിൻ്റെ ആ കനത്തിലാണ് വരുന്ന ഒരു പേപ്പറിൻ്റെ ആ കനത്തിലുള്ള തകിടുകളായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിവരം പറയും, അപ്പം ഈ 30 കിലോയുടെ കൂടുതലുണ്ട്, അതിന് കുറച്ച് കൂടുതൽ ഈ 3 എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്.
ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് ശബരിമലയിലെ മുൻ മേൽശാന്തി എന്നാണ് വാതിൽ നിർമ്മിച്ച ശില്പി ഇളവള്ളി നന്ദന്റെ പ്രതികരണം. ബാംഗ്ലൂർ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തി ഒരു പോറ്റിയാണ്. അദ്ദേഹം ശബരിമല മേൽശാന്തി ആയിട്ടുണ്ട്. അങ്ങനെയാണ് എന്നെ വിളിച്ചത്. പിന്നെ വിളിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അങ്ങനെ ഈ ഡോറിൻ്റെ കാര്യം പറഞ്ഞു. ഇതിൻ്റെ സ്പോൺസർമാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന്. അതേസമയം വിവാദം കേരള പോലീസ് അന്വേഷിച്ചാൽ തെളിയില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. കാട്ടിലെ തടി തേവരുടെ ആനയെന്ന രീതിയിലെ ദേവസ്വം ഭരണം അവസാനിപ്പിക്കേണ്ട കാലമായെന്ന് യോഗനാഥം എഡിറ്റോറിയലിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ഈ വിഴുപ്പ് ഭാണ്ഡം ചുമന്ന് അതിന്റെ നാറ്റം സർക്കാരുകൾ സഹിക്കേണ്ടതില്ലെന്നും ലേഖനത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് 24. സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിലേക്ക്. സർക്കാർ പണം നൽകാത്തതിനെ തുടർന്ന് ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനൊരുങ്ങുകയാണ് വിതരണക്കാർ. 2024 ജൂലൈ 1 മുതൽ 159 കോടി രൂപ കുടിശ്ശിക ഉണ്ട് എന്നാണ് വിതരണക്കാർ പറയുന്നത്. ഉപകരണങ്ങൾ തിരിച്ചെടുത്താൽ ഹൃദയ ചികിത്സ മുടങ്ങും. കുടിശ്ശിക തീർക്കാൻ ഇന്നാണ് കമ്പനികൾ നൽകിയ അവസാന തീയതി. ഇന്നലെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ KV വിശ്വനാഥൻ ഏജൻസികളുമായി നടത്തിയ ചർച്ചയിലും കുടിശ്ശികയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. കോഴിക്കോട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിലെ അക്കൗണ്ടുകളിൽ 15 കോടി രൂപ ഉണ്ടെന്നും സമരം നിർത്തിയാൽ തുക അനുവദിക്കാമെന്നുമായിരുന്നു ഡയറക്ടറുടെ പ്രതികരണം. കുടിശ്ശികയുടെ 10% പോലും അനുവദിക്കാതെ സമരം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശത്തിന് ഏജൻസികൾ വഴങ്ങിയില്ല. 2024 ജൂലൈ 1 മുതൽ 151 കോടി രൂപയുടെ കുടിശ്ശികയാണ് വിതരണം ചെയ്യാനുള്ളത്. കുടിശ്ശികയിൽ തീരുമാനമാകാതെ വന്നതോടെ സെപ്റ്റംബർ 1 മുതലാണ് ഉപകരണങ്ങളുടെ വിതരണം നിർത്തിയത്. ഇതിനിടെ ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡിൽ നിന്ന് മുഴുവൻ ഉപകരണങ്ങളും വാങ്ങാൻ ആരോഗ്യവകുപ്പ് നീക്കം നടത്തി. എന്നാൽ ഏജൻസികൾ ഈടാക്കുന്നതിനേക്കാൾ ശരാശരി 1000 രൂപയെങ്കിലും അധികമായി നൽകേണ്ടി വരുമെന്നാണ് വിവരം. മാത്രമല്ല, കുടിശ്ശിക വരുത്തിയാൽ 2% പലിശയും നൽകണം. നാളെ മുതൽ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുന്നതോടെ സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ചികിത്സ തന്നെ മുടങ്ങും. 24 തിരുവനന്തപുരം. ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ചതിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അടിയന്തര യോഗം ഇന്ന്. വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാർ യോഗത്തിൽ പങ്കെടുക്കും. ചുമമരുന്ന് കഴിച്ച് വിവിധ സംസ്ഥാനങ്ങളിലായി 17 കുട്ടികളാണ് ഇതുവരെ മരിച്ചത്. മധ്യപ്രദേശിൽ കുട്ടികൾക്ക് മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടർ പ്രവീൺ സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നാലെ നിയമവിരുദ്ധമായി മരുന്ന് നൽകിയതിന് ഡോക്ടർ പ്രവീൺ സോണിയെ മധ്യപ്രദേശ് സർക്കാർ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കോൾഡ്രിഫ് സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട് കാഞ്ചീപുരം ജില്ലയിലെ ശ്രീസെൻ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെയും കേസെടുത്തു. മരുന്നിന്റെ സാമ്പിളുകളിൽ 48.6% ഡയത്തിലീൻ ഗ്ലൈക്കോൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര യോഗം ചേരും. ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാർ പങ്കെടുക്കും. 6 സംസ്ഥാനങ്ങളിലായി മരുന്ന് നിർമ്മാണം നടത്തുന്ന 19 ഇടങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന ആരംഭിച്ചു. തെലുങ്കാനയിൽ സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി. മരുന്നിൽ ദോഷകരമായ പദാർത്ഥങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഗുജറാത്ത് സർക്കാർ നിർദ്ദേശം നൽകി. 24 ഡൽഹി. കനത്ത മഴയിൽ വടക്കൻ ബംഗാളിൽ വ്യാപക നാശനഷ്ടം. 14 പേർ മരിച്ചു. നിരവധി റോഡുകൾ തകർന്നു. ഡാർജിലിംഗും സിക്കിമും ഒറ്റപ്പെട്ടു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വടക്കൻ ബംഗാളിൽ 2 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജനജീവിതം സ്തംഭിച്ചു. ഡാർജിലിംഗിലെ മിരിക്, സുഖിയ, പൊഖാരി എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. 14 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. നിരവധി പേരെ കാണാതായി. മണ്ണിടിച്ചിലിൽ പശ്ചിമ ബംഗാളിലും സിക്കിമിനും ഇടയിലുള്ള റോഡ് ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു. ബാലസൺ നദിക്ക് കുറുകെയുള്ള ദുഡിയ ഇരുമ്പ് പാലം തകർന്നതിനെ തുടർന്ന് ഡാർജിലിംഗിലും സിലിഗുഡിക്കും ഇടയിലുള്ള പ്രധാന റോഡ് തടസ്സപ്പെട്ടു. ജൽപായ്ഗുഡി, സിലിഗുഡി, കൂച്ച് ബെഹാർ എന്നിവിടങ്ങളിലും കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബംഗാളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 6 ജില്ലകളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ മാസങ്ങൾക്കിടയിൽ മഴക്കെടുതിയിൽ ഹിമാചൽ പ്രദേശിൽ 424 പേരാണ് മരിച്ചത്. 24 ഡൽഹി. തൃശൂരിൽ വീണ്ടും ATM കവർച്ചാശ്രമം. പൂങ്കുന്നത്ത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATMിലാണ് കവർച്ചാശ്രമം ഉണ്ടായത്. അലാറം മുഴങ്ങിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, എപ്പോഴാണ് ഈ സംഭവം? എന്താണ് വിവരങ്ങൾ? മോഷ്ടാവിനെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? വിശദാംശങ്ങൾ എങ്ങനെ സൂരജ് സജി?
ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂരിനെ നടുക്കിക്കൊണ്ട് വിവിധ ATMകളിൽ ഇതര സംസ്ഥാനക്കാർ വലിയ റോബറി നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി വീണ്ടും ഈ പൂങ്കുന്നത്ത് ATM മോഷണ ശ്രമം നടന്നത്. പൂങ്കുന്നത്ത് തിരുവമ്പാടി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പൂങ്കുന്നം റെയിൽവേ ഗേറ്റ് കടക്കുന്ന ഭാഗത്തുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATMലായിരുന്നു ഈ കവർച്ചാ ശ്രമം നടന്നത്. 1 മണിയോടുകൂടി അവിടെ മുഖംമൂടി ധരിച്ചെത്തിയ ആൾ ഈ ATM തകർക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് തന്നെ ബാങ്കിന്റെ അലാറം മുഴങ്ങിയതോടുകൂടി ഇയാൾ പരിഭ്രാന്തിപ്പെട്ട് പുറത്തേക്ക് ഓടി മാറുകയായിരുന്നു. 1 മണിക്ക് മോഷണം നടക്കുന്നു. പിന്നീട് 3 മണിയോടുകൂടി പുലർച്ചെ 3 മണിയോടുകൂടി തന്നെ പോലീസിനെ ഇത് സംബന്ധിച്ചുള്ള വിവരം ബാങ്ക് അധികൃതർ അറിയിച്ചു. പക്ഷെ പോലീസ് എത്തി സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും ഈ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ മുഖംമൂടി ധരിച്ചെത്തിയ ഒരാളാണ് ഈ മോഷണ ശ്രമം നടത്തിയതെന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതോടുകൂടി CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ ഈ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം സ്ഥലത്തെത്തി ഈ സ്ഥിതിഗതികൾ പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും അധികം വൈകാതെ പ്രതിയെ പിടികൂടാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഈ തദ്ദേശവാസിയായിട്ടുള്ള ആരെങ്കിലും, അതായത് ഈ മലയാളിയായിട്ടുള്ള ആരെങ്കിലും തന്നെയായിരിക്കും മോഷണം ശ്രമം നടത്തിയതെന്നുള്ളതാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാനക്കാരാണെങ്കിലും പക്ഷെ ഇപ്പോൾ ഇതിൽ ഒരാൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തിനകത്തുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കാം ഈ മോഷണം നടത്തിയെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു വരികയാണ്. TK. ശരി, സൂരജ് സജി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയുടെ പ്രചാരണ വാഹനമിടിച്ചുണ്ടായ അപകടത്തിൽ കേസെടുത്ത് പോലീസ്. അപകടത്തിൽ കേസെടുത്ത് വാഹനം കസ്റ്റഡിയിലെടുക്കാത്തതിൽ മദ്രാസ് ഹൈക്കോടതി പോലീസിനെ വിമർശിച്ചിരുന്നു. ഇതിനിടെ ദുരന്തം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം കരൂരിൽ എത്തി. നാമക്കലിൽ നിന്ന് കരൂരിലേക്കുള്ള യാത്രയിൽ തവിട്ടുപാളയം ചെക്ക് പോസ്റ്റിന് സമീപമായിരുന്നു അപകടം. അലക്ഷ്യമായി വാഹനമോടിച്ചതിനാണ് വേലായുധം പാളയം പോലീസ് കേസെടുത്തത്. അപകടത്തിന് ശേഷം വാഹനം നിർത്താതിരുന്നത് ചോദ്യം ചെയ്ത മദ്രാസ് ഹൈക്കോടതി വിജയിയുടെ പ്രചാരണ വാഹനം കസ്റ്റഡിയിലെടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടെ കേസന്വേഷിക്കാൻ കോടതി നിയോഗിച്ച പ്രത്യേക സംഘം കരൂരിലെത്തി. നോർത്ത് സോൺ IG അസ്ര ഗർഗിന്റെ നേതൃത്വത്തിലുള്ള ടീമിൽ 2 വനിതാ ഉദ്യോഗസ്ഥരടക്കം 8 പേരാണുള്ളത്. മദ്രാസ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ TVK നേതാക്കളായ N ആനന്ദും CT നിർമ്മൽകുമാറും സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ഇതിനിടെ ആദ്യമായി കരൂരിലെത്തിയ TVK നേതാക്കൾ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെയും പരുക്കേറ്റവരെയും സന്ദർശിച്ചു. അപകട സ്ഥലത്ത് വിജയ് എത്താത്തതിൽ ജില്ലാ നേതാക്കൾക്ക് അമർഷമുണ്ട്. 24 ചെന്നൈ. തിരുവനന്തപുരം വർക്കലയിൽ വിദേശ പൗരന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഒരാളെ പ്രതിയാക്കി വർക്കല പോലീസ് കേസെടുത്തു. വർക്കലയിൽ താമസിക്കുന്ന നന്ദകുമാർ എന്നയാളാണ് പ്രതി. വിദേശ പൗരനെ മർദ്ദിച്ചത് 9 അംഗ സംഘമാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. നന്ദകുമാറിന്റെ മൊബൈൽ ഫോൺ വിദേശ പൗരൻ എടുത്തുകൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട പ്രകോപനമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് എന്നാണ് FIR. വർക്കലയിൽ വിദേശ പൗരന് മർദ്ദനമേറ്റ സംഭവത്തിൽ തടിയൂരാൻ ഒരാളെ പ്രതിയാക്കി കേസെടുത്തു പോലീസ്. വർക്കലയിൽ താമസിക്കുന്ന നന്ദകുമാറിനെ പ്രതിയാക്കിയാണ് വർക്കല പോലീസ് കേസെടുത്തത്. മറ്റു പ്രതികൾ രക്ഷപ്പെട്ടതായാണ് വിവരം. പോലീസ് ഹെഡ് പോസ്റ്റിന് മുന്നിൽ വെച്ച് മർദ്ദിച്ചുവെന്നാണ് FIRൽ വ്യക്തമാക്കുന്നത്. നന്ദകുമാറിന്റെ മൊബൈൽ ഫോൺ വിദേശ പൗരൻ എടുത്തുകൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട പ്രകോപനമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്നും FIR. അതേസമയം മർദ്ദനമേറ്റ വിദേശ പൗരൻ ഇസ്രായേൽ സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞു. ഇസ്രായേൽ സ്വദേശിയായ 46 വയസ്സുകാരൻ സയാഡ് സാഗിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ഗ്രീക്ക് സ്വദേശി റോബർട്ട് ആണെന്നാണ് പോലീസിനോടും ആശുപത്രിയിലും ഇയാൾ പറഞ്ഞിരുന്നത്. തിരിച്ചറിയൽ രേഖകളൊന്നും വിദേശിയുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഉപയോഗിച്ചിരുന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഇരുചക്ര വാഹനത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിൽ വിദേശ പൗരന്റെ പാസ്പോർട്ട് പോലീസ് കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പാപനാശം ബീച്ചിന്റെ വിവിധ സ്ഥലങ്ങളിലായി കറങ്ങി നടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനാൽ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ഇതിനിടെയാണ് വാട്ടർ സ്പോർട്സ് ജീവനക്കാരിൽ നിന്നും മർദ്ദനമേറ്റത്. 24 തിരുവനന്തപുരം. കാസർഗോഡ് കുമ്പളയിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രമേയമാക്കി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈം തടഞ്ഞ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് കൈമാറി. കലോത്സവം തടസ്സപ്പെടുത്തിയതിൽ അധ്യാപകർക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ആരോപണ വിധേയരായ അധ്യാപകരെ നിർത്തിവെച്ച കലോത്സവം നാളെ വീണ്ടും നടക്കും. മൈമ വിവാദത്തിൽ പ്രാഥമിക റിപ്പോർട്ടാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയത്. വിശദമായ അന്വേഷണം നാളെ മുതൽ ആരംഭിക്കും. അധ്യാപകരായ പ്രദീപ് കുമാർ, സുപ്രീത് എന്നിവർക്ക് തെറ്റുപറ്റിയെന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഇവരോട് വിശദീകരണം നൽകാൻ ശുപാർശയിലുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. വിവാദങ്ങൾക്കിടെ നിർത്തിവെച്ച കലോത്സവം നാളെ വീണ്ടും നടത്താൻ തീരുമാനിച്ചു. 4 വേദികളിലായാണ് കലോത്സവം. മൈം ഉച്ചയ്ക്ക് 12 മണിക്ക് വേദിയിൽ അവതരിപ്പിക്കും. ആരോപണ വിധേയരായ അധ്യാപകരെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചു. മൈം നിർത്തിവെച്ചവർക്കെതിരെ
കർശന നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. 24 കാസർഗോഡ്. ഹമാസ് തടവിലാക്കിയ ബന്ദികളെ ഉടൻ മോചിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നയതന്ത്ര നീക്കങ്ങളിലൂടെ അല്ലെങ്കിൽ സൈന്യത്തെ ഉപയോഗിച്ച് ഹമാസിനെ നിരായുധീകരിക്കുമെന്നും ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. സമാധാന ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം ഈജിപ്തിലേക്ക്. ഗസയിൽ അവശേഷിക്കുന്ന ഇസ്രയേൽ പൗരന്മാരുടെ മോചനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള 48 ബന്ദികളെയും കൈമാറും. ഇസ്രായേൽ ജയിലിലുള്ള പലസ്തീൻ പൗരന്മാരെ വിട്ടുനൽകും. ബന്ദികളുടെ കൈമാറ്റം ഉടൻ ഉണ്ടാകണമെന്ന ട്രംപിന്റെ അന്ത്യശാസനം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. സമ്മർദ്ദമേറിയതോടെയാണ് ഹമാസ് അനുകൂല തീരുമാനമെടുത്തതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. കരാർ അംഗീകരിച്ചില്ലെങ്കിൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടിവരുമെന്ന് ഹമാസിന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നയതന്ത്ര നീക്കങ്ങളിലൂടെ ഹമാസിന്റെ നിരായുധീകരണം സാധ്യമായില്ലെങ്കിൽ സൈന്യത്തെ ഉപയോഗിക്കുമെന്ന് നെതന്യാഹു മാധ്യമങ്ങളോട് പറഞ്ഞു. ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കും. സമാധാന ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധി സംഘം ഈജിപ്തിലെത്തും. വെടിനിർത്തൽ നീക്കങ്ങൾക്കിടയിലും ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണെന്നാണ് റിപ്പോർട്ട്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് 24. യുക്രൈനിലെ സുമി റെയിൽവേ സ്റ്റേഷന് നേരെ റഷ്യൻ ഡ്രോൺ ആക്രമണം. ഒരാൾ കൊല്ലപ്പെട്ടു. സാധാരണക്കാർക്ക് നേരെയുണ്ടായ ആക്രമണം കാടത്തമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പറഞ്ഞു. യുക്രൈന്റെ വടക്കൻ പ്രദേശമായ സുമിയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനു നേരെയാണ് റഷ്യൻ ഡ്രോൺ ആക്രമണമുണ്ടായത്. സ്റ്റേഷനിലുണ്ടായിരുന്ന 2 പാസഞ്ചർ ട്രെയിനുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ജീവനക്കാർക്കും യാത്രക്കാർക്കും പരുക്കേറ്റു. ഒരാൾക്ക് ജീവൻ നഷ്ടമായി. നിരപരാധികളായ സാധാരണക്കാർക്കു നേരെയുണ്ടായ ആക്രമണം അതിക്രൂരമെന്ന് വളോദിമിർ സെലൻസ്കി. റഷ്യയുടേത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ്. ശക്തമായ തിരിച്ചടി നൽകേണ്ട സമയം അതിക്രമിച്ചു. യൂറോപ്പും അമേരിക്കയും നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണം. വാക്കുകളല്ല, പ്രവൃത്തി മാത്രമാണ് പരിഹാരമെന്നും സെലൻസ്കി. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് മേയർ ആർട്ടം കോബ്സാർ അറിയിച്ചു. യുക്രൈനിലെ പവർ ഗ്രിഡുകൾക്കു നേരെയുണ്ടായ റഷ്യൻ ആക്രമണം രാജ്യത്തെ ഊർജ്ജവിതരണം തകരാറിലാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് റെയിൽവേ സ്റ്റേഷൻ ആക്രമണം. ഇന്റർനാഷണൽ ഡെസ്ക് 24. സമൂഹമാധ്യമത്തിലൂടെ സൗഹൃദം സ്ഥാപിച്ച് വീട്ടമ്മയുടെ 8 ലക്ഷം രൂപ തട്ടിയ പ്രതി പിടിയിലായി. നീലേശ്വരം സ്വദേശി ഷെനീറാണ് കോഴിക്കോട് വെച്ച് പിടിയിലായത്. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. അഭിനന്ദ്, വിവരങ്ങൾ എന്താണ്? പോലീസ് പറയുന്നത് എന്താണ് അഭിനന്ദ്? രജിത്ത്, ഫേസ്ബുക്കിലൂടെയായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. ഫേസ്ബുക്കിലൂടെ പരിചയം സ്ഥാപിക്കുന്നതിന് ശേഷം സൗഹൃദം സ്ഥാപിച്ചാണ് പിന്നീട് നിരന്തരമായ മെസ്സേജുകളിലൂടെ തനിക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയുണ്ട് എന്ന് ഈ പരാതിക്കാരോട് ആവശ്യപ്പെടുന്നു. കോഴിക്കോട് സ്വദേശിയാണ് പരാതിക്കാരി. ഉടൻ തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് നൽകുകയായിരുന്നു. സ്വർണം പണയം വെച്ചിട്ടാണ് പണം സ്വരൂപിച്ചത്. അമ്മയുടെയും ഒപ്പം തന്നെ ഈ പരാതിക്കാരുടെയും 10 പവനോളം സ്വർണം സ്വരൂപിച്ചതിന് ശേഷം, സ്വർണം പണയം വെച്ചതിന് ശേഷം ആ പണമാണ് പിന്നീട് ഗൂഗിൾ പേയിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് നൽകിയത്. പിന്നീട് ഒരു തരത്തിലുള്ള ബന്ധത്തിനും തയ്യാറായില്ല. ഇവർ നിരന്തരം വാട്സപ്പിലൂടെയും കോളുകളിലൂടെയും ഒക്കെ തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അത്തരത്തിൽ ഒരു തരത്തിലും പ്രതികരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പരാതിക്കാരി പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയത്. പോലീസ് ഈ സമൂഹ മാധ്യമത്തിന് ID കേന്ദ്രീകരിച്ച് സൈബർ പോലീസ് സഹായത്തോടുകൂടി വിശദമായ അന്വേഷണം നടത്തുകയും കണ്ണൂരിൽ നിന്ന് ഇയാളെ പിടികൂടുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ പ്രതിയായിട്ടുള്ള കാസർഗോഡ് നീലേശ്വരം സ്വദേശി ഷഹീർ ഉള്ളത്. വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. റീജിത്ത്. YS അഭിനന്ദ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ബോളിവുഡ് ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തിലെ ദുരൂഹത ഉടൻ നീങ്ങുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ആന്തരിക അവയവ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതോടെ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കസ്റ്റഡിയിലുള്ള പ്രതികളെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു. ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തിൽ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതായുള്ള സൂചനയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നൽകുന്നത്. മരണത്തിന് പിന്നിലെ കാരണത്തിൽ ഉടൻ വ്യക്തത ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത അറിയിച്ചു. ഈ മാസം 10-ന് സുബീന്റെ ആന്തരിക അവയവ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കും. അതിന് പിന്നാലെ എന്താണ് ഗായകന് സംഭവിച്ചത് എന്നതിൽ വ്യക്തത ഉണ്ടാകുമെന്ന് അസം മുഖ്യമന്ത്രി പറഞ്ഞു. സുബീനെ മാനേജറും പരിപാടിയുടെ സംഘാടകനും ചേർന്ന് വിഷം കൊടുത്തു കൊന്നതാകാമെന്ന സഹഗായകന്റെ മൊഴിയിൽ ചില സംശയങ്ങൾ അവശേഷിക്കുന്നതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സഹഗായകന്റെ മൊഴിയുടെ സത്യാവസ്ഥ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. സിംഗപ്പൂർ പരിപാടിയുടെ സംഘാടകൻ ശ്യാം കാനു മഹന്തയുടെ പണമിടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. 24 ഡൽഹി.
സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രവർത്തനം തടസ്സപ്പെട്ട വയനാട് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഫാക്ടറി വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നു. മലബാർ മീറ്റ് ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാൻ ബ്രഹ്മഗിരി സൊസൈറ്റിയും സെഡാർ ഗ്രൂപ്പും ധാരണയായി. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ ധാരണാപത്രം ഒപ്പിട്ടേക്കും. ഒരു വർഷമായി മീറ്റ് ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുന്ന കാര്യത്തിൽ സെഡാറുമായി ചർച്ചകൾ നടന്നുവരികയായിരുന്നു. വൈദ്യുതി കുടിശ്ശികയായ 22 ലക്ഷം രൂപ ബ്രഹ്മഗിരി സൊസൈറ്റി ഇതിനകം അടച്ചു. ജനറേറ്ററും ഇലക്ട്രിക്കൽ റൂമും ഉൾപ്പെടെ സജ്ജമാക്കുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ലാഭവിഹിതത്തിന്റെ 51% ബ്രഹ്മഗിരിക്ക് ലഭിക്കും. 49% സെഡാറിനും നൽകാനാണ് ധാരണ. ലാഭവിഹിതം ഉപയോഗിച്ച് നിക്ഷേപകരുടെ പണം ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യാനാണ് ശ്രമം. നിലവിൽ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നത് ഉൽപാദനക്ഷമതയുടെ 15% മാത്രമാണ്. 60% ഉൽപാദനക്ഷമത ഉയർത്താനാണ് ശ്രമം. ഇതുവഴി സൊസൈറ്റിയെ ലാഭത്തിലാക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷ. നിക്ഷേപകർക്കും ആശ്വാസം പകരുന്നതാണ് ഈ വിവരം. നേരത്തെ CPIM പലതവണ നിക്ഷേപകർക്കും ഉറപ്പുകൾ നൽകിയെങ്കിലും പാലിക്കപ്പെട്ടിരുന്നില്ല. ഒക്ടോബറിനുള്ളിൽ ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള വിവരം സൊസൈറ്റി വാർത്താക്കുറിപ്പിലൂടെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. സൊസൈറ്റി ചെയർമാനായിരുന്ന CPIM നേതാവ് P. കൃഷ്ണപ്രസാദിന്റെ ഭൂമിയടക്കം ജപ്തി ഭീഷണി നേരിടുന്നുണ്ട്. കൃഷ്ണപ്രസാദിന്റെ സ്ഥലം പണയപ്പെടുത്തിയും ബ്രഹ്മഗിരിക്ക് വേണ്ടി വായ്പ എടുത്തിരുന്നു. 24 വയനാട്. വികസന സദസ്സ് സംഘടിപ്പിച്ചതിൽ മലപ്പുറം മംഗലം പഞ്ചായത്തിൽ UDF-ൽ ഭിന്നത. UDF-ന്റെ ബഹിഷ്കരണാഹ്വാനം തള്ളിയതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടിയും KT ജലീലും തമ്മിലുള്ള അന്തർധാരയാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചതിന് പിന്നിലെന്നാണ് ആരോപണം. വികസന സദസ്സ് ധൂർത്തെന്നും സഹകരിക്കേണ്ടെന്നുമായിരുന്നു UDF നിലപാട്. എന്നാൽ UDF ഭരിക്കുന്ന മംഗലം പഞ്ചായത്ത് ഇന്നലെ വികസന സദസ്സ് നടത്തി. ഇതോടെയാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം മുസ്ലിം ലീഗ് പ്രതിനിധിയായ പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടിക്കെതിരെ രംഗത്ത് വരുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയല്ല, പഞ്ചായത്ത് പ്രസിഡന്റും KT ജലീലും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായാണ് വികസന സദസ്സ് നടത്തിയത് എന്ന് കോൺഗ്രസ് മംഗലം മണ്ഡലം പ്രസിഡന്റ് AK സലീം. പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റും അതിനകത്തുള്ള ചില ആളുകളും തമ്മിലൊരു അന്തർധാരയായിട്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർമാർക്ക് ജില്ലാ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു പങ്കെടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ആ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട 2 മെമ്പർമാർ അതിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ ജില്ലാ നേതൃത്വത്തോട് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. വികസന സദസ്സിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധികളായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മക്കുട്ടി, സ്ഥിരം സമിതി അധ്യക്ഷൻ TP ഇബ്രാഹിം കുട്ടി എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DCCക്ക് കത്ത് നൽകി. വികസന സദസ്സുമായി സഹകരിക്കണമെന്ന് മുസ്ലിം ലീഗ് നിർദ്ദേശിച്ചിരുന്നു. ക്ലറിക്കൽ മിസ്റ്റേക്കാണെന്ന് വിശദീകരിച്ച് പിന്നീട് തിരുത്തുകയും ചെയ്തിരുന്നു. 24 തിരൂർ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 6 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ഫാഷൻ ഡിസൈനർ പിടിയിൽ. ബാങ്കോക്കിൽ നിന്നെത്തിയ കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൽ ജലീൽ ജസ്മാലാണ് അറസ്റ്റിലായത്. ബാഗിൽ പ്രത്യേകം ഒളിപ്പിച്ച് കടത്തിയത് 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവ്. ബാങ്കോക്കിൽ നിന്ന് കഞ്ചാവ് സിംഗപ്പൂരിലെത്തിച്ച ശേഷമാണ് കേരളത്തിലേക്കുള്ള കടത്ത്. കസ്റ്റംസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് പിടികൂടി. ലഹരിക്കടത്തിന് അബ്ദുൾ ജലീലിന് കൂലി 1 ലക്ഷം രൂപയും ഫ്ലൈറ്റ് ടിക്കറ്റുമെന്നാണ് കണ്ടെത്തൽ. വിശദമായ അന്വേഷണം കസ്റ്റംസ് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 100 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് കസ്റ്റംസ് പിടികൂടിയത്. 24 കൊച്ചി. KSRTC ബസിന് മുന്നിലെ ചില്ലിന് സമീപം പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ സൂക്ഷിച്ച സംഭവത്തിൽ KSRTC ജീവനക്കാർക്കെതിരെ നടപടി. കോട്ടയം പൊൻകുന്നം യൂണിറ്റിലെ ഡ്രൈവർ സജീവ്, ജെയ്മോൻ ജോസഫ് എന്നിവരെ സ്ഥലം മാറ്റി. കൊല്ലം ആയൂരിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വാഹനം തടഞ്ഞ് ശകാരിച്ചിരുന്നു. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. റിനു, നേരത്തെ മന്ത്രി തന്നെ ഇതിൽ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോഴാ നടപടി വരുന്നു. വിവരങ്ങൾ എന്താണ് റിനു?
റിജിത്ത്, തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് പോയ സൂപ്പർ ഫാസ്റ്റ് ബസ് ആയൂരിൽ വെച്ച് മന്ത്രി തടഞ്ഞു നിർത്തുന്നു. കെ ബി ഗണേഷ് കുമാർ ഡ്രൈവറെ അടക്കം പുറത്തിറക്കി വലിയ രീതിയിൽ ശകാരിക്കുകയും ചെയ്തു. ഈ ഡ്രൈവർക്ക് മുൻവശത്തുള്ള ചില്ലിനോട് ചേർന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതിൽ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തു. മന്ത്രി ഇത്തരത്തിലൊരു ഷോ കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യൂണിയൻ നേതാക്കൾ അടക്കം പരോക്ഷമായും പ്രത്യക്ഷമായും പ്രതികരിച്ചത്. എന്തായാലും അന്ന് തന്നെ മന്ത്രി പറഞ്ഞിരുന്നു ശക്തമായിട്ടുള്ള നടപടിയെടുക്കുമെന്ന്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. രണ്ടും ഡ്രൈവർമാരാണ്. അതായത് പൊൻകുന്നം യൂണിറ്റിലെ ഡ്രൈവർമാരായിട്ടുള്ള ജെയ്മോൻ ജോസഫ്, അതുപോലെ തന്നെ സജീവ് എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. ഇതിൽ ജെയ്മോൻ ജോസഫാണ് അന്നേ ദിവസം ഈ വാഹനം ഓടിച്ചിരുന്നത്. ഈ ഡ്രൈവറായിട്ടുള്ള സജീവ് ഇപ്പോൾ വെഹിക്കിൾ സൂപ്പർവൈസറായിട്ടാണ് പൊൻകുന്നം ഡിപ്പോയിൽ യൂണിറ്റിൽ ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. സജീവിന് തൃശ്ശൂർ യൂണിറ്റിലേക്കും ജെയ്മോന് പുതുക്കാട് ഓപ്പറേറ്റിംഗ് സെന്ററിലേക്കുമാണ് ഇപ്പോൾ സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നത്. അതേസമയം ഈ ബസിന്റെ കണ്ടക്ടർ അദ്ദേഹം ബദലി അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വാക്കാലുള്ള നടപടി മാത്രമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം ഒരു മെക്കാനിക്കെതിരെയും ഉടൻ നടപടി ഉണ്ടാകുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും മന്ത്രി ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയതിൽ മന്ത്രിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ജനങ്ങൾ രംഗത്ത് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിന് ഉയരുകയും ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തെ അനുകൂലിക്കുന്ന നിലപാടും ഉണ്ടായിരുന്നു. റിജിത്ത്, റിനോ ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എറണാകുളം കണ്ണമാലിക്ക് സമീപം പുറംകടലിൽ MSC സിൽവർ 2 കപ്പൽ മീൻപിടുത്ത ബോട്ടിലിടിച്ച കേസ് ഒത്തുതീർപ്പായി. കമ്പനി പ്രതിനിധികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളി യൂണിയനും തമ്മിൽ നടത്തിയ ചർച്ചയിൽ 18 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാൻ തയ്യാറായി. ഇതോടെ ബോട്ടുടമകളും തൊഴിലാളികളും പരാതി പിൻവലിച്ചു. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മീൻപിടുത്തത്തിന് പോയ ആലപ്പുഴ പള്ളിത്തോട് സ്വദേശി സ്റ്റാലിന്റെ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണമാലിക്ക് പടിഞ്ഞാറ് 8 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം. മത്സ്യത്തൊഴിലാളികൾ വയർലെസ്സിലൂടെ വിവരമറിയിച്ചു. എങ്കിലും അലക്ഷ്യമായി എത്തി കപ്പലിടിക്കുകയായിരുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. തുടർന്ന് നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ കോസ്റ്റൽ പോലീസിൽ പരാതി നൽകി. MSC കമ്പനിയും പോലീസിൽ പരാതി നൽകിയിരുന്നു. പിന്നീട് ഇരു കൂട്ടരുമായി പലതവണയായി നടത്തിയ ചർച്ചയിലാണ് കേസ് ഒത്തുതീർപ്പാക്കിയത്. നഷ്ടപരിഹാരമായി മത്സ്യത്തൊഴിലാളികൾക്ക് 18 ലക്ഷം രൂപ കമ്പനി കൈമാറി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ആന്റണി പുത്തൻവീട്ടിലും കമ്പനി പ്രതിനിധികളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് പ്രശ്നം ഒത്തുതീർപ്പായത്. ഇതോടെ ബോട്ട് ഉടമകളും തൊഴിലാളികളും പരാതി പിൻവലിച്ചു. 24 കൊച്ചി. ആനപ്രേമികൾക്കിടയിൽ താരമായ കോട്ടയത്തെ പുതുപ്പള്ളി സാധു തിരിച്ചെത്തുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 1 മാസമായി ചികിത്സയിലായിരുന്നു. മരണത്തിന്റെ വക്കിൽ നിന്നും തിരിച്ച് ജീവിതത്തിലേക്കെത്തിയ സാധുവിന് വലിയ സ്വീകരണമാണ് പുതുപ്പള്ളി പള്ളിയുടെ മുന്നിൽ വെച്ച് നൽകിയത്. ചികിത്സയിലായിരുന്നതിന്റെ ക്ഷീണമൊന്നും പുതുപ്പള്ളി സാധുവിന്റെ മുഖത്തില്ലായിരുന്നു. തലയെടുപ്പോടെ പുതുപ്പള്ളി പുണ്യാളന്റെ മുന്നിൽ അവൻ എഴുന്നേറ്റു നിന്നു. എരണ്ടക്കെട്ടിനെ തുടർന്ന് 1 മാസമായി ചികിത്സയിലായിരുന്നു. ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലൂടെയും കടന്നുപോയി. ഒടുവിൽ ഗുജറാത്തിൽ നിന്നും വിദഗ്ധരെത്തി നടത്തിയ ചികിത്സ ഫലം കണ്ടു. എരണ്ടക്കെട്ട് എന്ന് പറയുന്ന രോഗം വന്നാൽ നമുക്കൊരു 50% ചാൻസേ ഉള്ളൂ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരംഭത്തിൽ തന്നെ ഗുജറാത്ത് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവർ വന്നതിന് ശേഷമുള്ള ചികിത്സകൾ അവരാണ് ചെയ്തത്. സാധുവിന്റെ തിരിച്ചുവരവ് കാണാൻ പുതുപ്പള്ളിക്കാർ മാത്രമല്ല ആനപ്രേമികളായ ഒട്ടനവധി പേർ എത്തി. പട്ടും പൂമാലയും ചാർത്തിയാണ് അവർ സാധുവിനെ സ്വീകരിച്ചത്. പുതുപ്പള്ളി സാധു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ജീവനാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ പരിപാടികളൊക്കെ ഉത്സവങ്ങളിലും മൂപ്പര് പങ്കെടുക്കുന്ന ഒരാളാണ്. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലായിടത്തും വഴിപാട് ചോദിച്ചു. നമ്മുടെ വൈഫായാലും എല്ലാവരും നമ്മൾ മാത്രമല്ല നമ്മുടെ ഫാമിലി മൊത്തം ആൾക്കാരും ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥന. പുതുപ്പള്ളി പള്ളിയിലെത്തിയ സാധുവിന് ആശംസ അറിയിക്കാൻ MLA ചാണ്ടിയുമ്മനും നേരിട്ടെത്തി. ഇതേപോലെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കണം. നമ്മുടെ സമ്പത്താണ് ഇവരൊക്കെ. തൃശൂർ പൂരമടക്കം നിരവധി ഉത്സവങ്ങളിലെ താരമാണ് പുതുപ്പള്ളി സാധു. ഷൂട്ടിങ്ങിനിടയിൽ കാട്ടിൽ കയറിയ സാധു മടങ്ങിയെത്തിയതും വലിയ വാർത്തയായിരുന്നു. പൂർണ്ണ ആരോഗ്യവാനായതോടെ വരും ദിവസങ്ങളിൽ വീണ്ടും പരിപാടികളിൽ സാധു സജീവമാകും. കോട്ടയത്ത് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. തൃശൂർ പാലപ്പിള്ളിയിൽ കാട്ടാന ചെരിഞ്ഞ നിലയിൽ. നല്ലാംപാടം ചെമ്പിലങ്കാവ് സ്വദേശി വേണാട് ചിന്നമ്മയുടെ പറമ്പിലാണ് പിടിയാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രി പെട്രോളിങ്ങിനെത്തിയ വനപാലകരാണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയുകയുള്ളൂ എന്ന് വനപാലകർ അറിയിച്ചു.
വാർത്തകളിലേക്ക് വീണ്ടും. ലഡാക്ക് വെടിവെപ്പിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും വരെ ജയിലിൽ തുടരുമെന്ന് സോനം വാങ്ചുക്. ജയിലിൽ നിന്നാണ് സന്ദേശം. അതേസമയം നിലവിലെ സമാധാന ചർച്ചകൾ ഫലം കണ്ടെന്ന് ലഡാക്ക് ഭരണകൂടം പ്രതികരിച്ചു. ലഡാക്ക് പ്രക്ഷോഭത്തിൽ കസ്റ്റഡിയിലെടുത്ത 30 പേരെ ഇതിനോടകം വിട്ടയച്ചതായി ഭരണകൂടം വ്യക്തമാക്കി. ലഡാക്ക് പ്രക്ഷോഭത്തിന് പിന്നാലെ ജോധ്പൂർ ജയിലിൽ കഴിയുന്ന പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സന്ദേശം ലീഗൽ ടീമാണ് പുറത്തുവിട്ടത്. ശാരീരികമായും മാനസികമായും താൻ സുഖമായിരിക്കുന്നു. വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം. ജുഡീഷ്യൽ അന്വേഷണം ആരംഭിക്കും വരെയും ജയിലിൽ തുടരും. 6ാം ഷെഡ്യൂളിനും സംസ്ഥാന പദവിക്കും വേണ്ടിയുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പെക്സ് ബോഡി സ്വീകരിക്കുന്ന ഏതൊരു നടപടിയിലും പൂർണ്ണ ഹൃദയത്തോടെ കൂടെ നിൽക്കുമെന്നും സോനം വാങ്ചുക്. യഥാർത്ഥ ഗാന്ധിയൻ അഹിംസയുടെ വഴിയിൽ സമാധാനപരമായി പോരാട്ടം തുടരാൻ ആഹ്വാനം. സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിൽ ഭാര്യ ഗീതാഞ്ജലി യാങ്മോ നൽകിയ ഹേബിയസ് കോർപ്പസ് സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസ് അരവിന്ദ് കുമാർ, NV അഞ്ജരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ലഡാക്കിൽ നടന്ന പ്രക്ഷോഭത്തിൽ 70 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ 30 പേരെ ഇതിനോടകം വിട്ടയച്ചതായി ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കി. കോടതി നടപടികളനുസരിച്ച് ബാക്കിയുള്ള 40 പേരെയും മോചിപ്പിക്കുമെന്ന് ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കി. കേന്ദ്രവുമായി നാളെ നടക്കാനിരുന്ന ചർച്ചകളിൽ നിന്ന് പിന്മാറിയെങ്കിലും സംഘടനകളെ വീണ്ടും ചർച്ചയ്ക്കെത്തിക്കാനുള്ള ശ്രമം കേന്ദ്രം തുടരുകയാണ്. അതിനിടെ നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം സൂക്ഷ്മമായി പഠിക്കാനുള്ള തീരുമാനത്തിലാണ് ഡൽഹി പോലീസ്. 24 ഡൽഹി. ബംഗാളിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി നടപടികൾ ആരംഭിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് ഭാരതിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം അടുത്തയാഴ്ച ബംഗാൾ സന്ദർശിക്കും. BLO നിയമന ക്രമക്കേടിൽ ജില്ലാതല ഇലക്ടറൽ ഓഫീസർമാരുടെ പങ്ക് കമ്മീഷൻ നേരിട്ട് അന്വേഷിക്കുമെന്നാണ് സൂചന. കരാർ ജീവനക്കാരെ BLOമാരായി നിയമിച്ചതായി പരാതി ലഭിച്ചിരുന്നു. മതിയായ ജീവനക്കാരെ ലഭിച്ചില്ല എങ്കിൽ ജില്ലാ ഓഫീസറുടെ അനുമതിയോടെ മാത്രമേ കരാർ ജീവനക്കാരെ BLOമാരായി നിയമിക്കാവൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടം. ചെന്നായ് ഭീതിയിൽ ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച്. 2 ആഴ്ചക്കിടെ ചെന്നായ് ആക്രമണത്തിൽ 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ മരിച്ചു. 20ഓളം പേർക്ക് പരിക്കേറ്റു. 4 ചെന്നായ്ക്കളുടെ കൂട്ടമാണ് ആക്രമണം നടത്തിയതെന്നും ഒരു ചെന്നായിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയതായും DFO അറിയിച്ചു. കഴിഞ്ഞ വർഷവും ബഹ്റൈച്ചിൽ ചെന്നായ് ആക്രമണത്തിൽ 8 പേർ മരിച്ചിരുന്നു. ഗാഗ്ര നദിയിലെ ജലനിരപ്പ് ഉയർന്നതാണ് ചെന്നായ്ക്കൾ ജനവാസ മേഖലയിലേക്ക് എത്താൻ കാരണമായത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണ നിരോധന കേസിൽ സർക്കാരിനെതിരെ സമരം ശക്തമാക്കാൻ ദേശീയപാത സംരക്ഷണ സമിതി നാളെ അടിമാലിയിൽ ദേശീയപാത ഉപരോധിച്ച് സൂചനാ സമരം നടത്തും. കഴിഞ്ഞ 2 മാസത്തിലേറെയായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളറ വരെ നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വനഭൂമിയിലാണ് നിർമ്മാണമെന്ന ആദ്യ സത്യവാങ്മൂലമാണ് ഹൈക്കോടതി ഉത്തരവിന് കാരണം. എന്നാൽ ഭൂമി പൊതുമരാമത്ത് വകുപ്പിന് വർഷങ്ങൾക്ക് മുമ്പ് കൈമാറിയതാണ് എന്നും മലയാറ്റൂർ റിസർവിന്റെ ഭാഗമല്ല എന്നും സർക്കാർ സമ്മതിക്കുന്നുണ്ട് എങ്കിലും കേസ് പരിഗണിച്ചപ്പോഴൊന്നും എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വഴിതടയൽ സമരത്തിലേക്ക് കടക്കാൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചത്. 7-ാം തീയതി ഗവൺമെന്റ് അനുകൂലമായ സത്യവാങ്മൂലം കൊടുത്തുകൊണ്ട് ഹൈക്കോടതിയിൽ അനുകൂലമായ വിധി ഉണ്ടാക്കണം. അതുകൊണ്ട് അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി 6-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് അടിമാലി ടൗണിൽ ദേശീയപാത സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ദേശീയപാത ഉപരോധം നടത്താൻ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ സാംസ്കാരിക സാമുദായിക സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ ഉപരോധ സമരം നടത്തുകയാണ്. കേസ് പരിഗണിക്കുന്ന ചൊവ്വാഴ്ചയും സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചില്ല എങ്കിൽ ദേവികുളം MLA മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരെ വഴിയിൽ തടയാനും ഉപരോധിക്കാനുമാണ് തീരുമാനം. സർക്കാർ സമാന നിലപാട് തുടർന്നാൽ ബുധനാഴ്ച ദേവികുളം താലൂക്കിൽ ഹർത്താൽ ആചരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വവും അറിയിച്ചിട്ടുണ്ട്. 2 മാസത്തിലേറെയായി നിർമ്മാണം നിലച്ച നേര്യമംഗലം വാളറ റൂട്ടിൽ യാത്രാക്ലേശവും ഇരട്ടിയായിട്ടുണ്ട്. ഹൈറേഞ്ച് മേഖലയുടെ ആകെ വികസനത്തെ ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാർ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്ന വികാരവും മേഖലയിൽ ശക്തമാണ്. 24 ഇടുക്കി. മലപ്പുറത്ത് ഫുട്ബോൾ മത്സരത്തിനിടെ കായികാധ്യാപകനും ഗോൾ കീപ്പർക്കും മർദ്ദനമേറ്റ സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. പരിയാപുരം സെന്റ് മേരീസ് സ്കൂളിലെ 4 വിദ്യാർത്ഥികൾക്കെതിരെ പെരിന്തൽമണ്ണ പോലീസാണ് കേസെടുത്തത്. മർദ്ദന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. കൊളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകൻ ശ്രീരാഗ്, ഗോൾ കീപ്പർ ഹിസാൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പരിയാപുരം സെന്റ് മേരീസ് സ്കൂളിലെ
4 വിദ്യാർത്ഥികൾക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. അധ്യാപകന്റെയും വിദ്യാർത്ഥികളുടെയും പരാതിയിലാണ് പോലീസ് നടപടി. മങ്കട ഉപജില്ലാ സ്കൂൾ കായികമേളയിലെ ഫൈനൽ മത്സരത്തിനിടെയായിരുന്നു അക്രമം അരങ്ങേറിയത്. സെമി ഫൈനലിൽ പരിയാപുരം സെന്റ് മേരീസ് സ്കൂൾ ടീമിനെ കൊളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരാജയപ്പെടുത്തിയിരുന്നു. മത്സരത്തിനിടെ ഉണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നാണ് വിവരം. 24 മലപ്പുറം. റോട്ടറി ക്ലബ് തൃപ്പൂണിത്തുറ റോയലും ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ അസോസിയേഷനും സംയുക്തമായി 5 കിലോമീറ്റർ മാരത്തൺ സംഘടിപ്പിച്ചു. ടൈപ്പ് 1 ഡയബറ്റിക് കുട്ടികൾക്ക് മെഡിക്കൽ സഹായവും പിന്തുണയും നൽകുന്നതിനായാണ് വിസ്മയ് റൺ എന്ന പേരിൽ മാരത്തൺ നടത്തിയത്. എറണാകുളം ദർബാർ ഗ്രൗണ്ടിൽ 6:30ഓടെയാണ് മാരത്തൺ ആരംഭിച്ചത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000ഓളം വനിതകൾ മാരത്തന്റെ ഭാഗമായി. റോട്ടറി ക്ലബ് തൃപ്പൂണിത്തുറ റോയലും ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ അസോസിയേഷനുമാണ് സംഘാടകർ. ടൈപ്പ് 1 ഡയബറ്റിക് ബാധിതരായ 250 കുട്ടികൾക്ക് CGMS ഉപകരണങ്ങൾ നൽകുന്നതിനും ആരോഗ്യ പിന്തുണ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലുമാണ് വിസ്മയ് റൺ നടത്തിയത്. ടൈപ്പ് 1 ഡയബറ്റിസ് ബാധിച്ച കുട്ടികളുടെ കുടുംബങ്ങളും മാരത്തണിന്റെ ഭാഗമായി. ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു മാരത്തോണാണ്. പക്ഷേ അതിനുപരി ഇത് ടൈപ്പ് 1 ഡയബറ്റിക് ഉള്ള കുട്ടികൾക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം കൊടുക്കുക എന്നുള്ളതും. KMRLMD ലോക്നാഥ് ബെഹ്റ, ഫ്ലവേഴ്സ് ചീഫ് മാനേജർ ഉഷാ ശ്രീകണ്ഠൻ നായർ എന്നിവർ CGMS ഉപകരണങ്ങൾ കൈമാറി. എറണാകുളം MP ഹൈബി ഈഡൻ, റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ GN രമേശ്, തൃപ്പൂണിത്തുറ റോയൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് നിഷിൽ മഠത്തിൽ എന്നിവർ ചടങ്ങിന്റെ ഭാഗമായി. 24 കൊച്ചി. നിർധനരായ വൃക്കരോഗികൾക്ക് വേണ്ടി എറണാകുളം വാഴക്കുളത്ത് സൗജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം തുടങ്ങി. വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റും വാഴക്കുളം സെന്റ് ജോർജ് ഹോസ്പിറ്റലും സഹകരിച്ചാണ് സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും പങ്കെടുത്തു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വൃക്കരോഗികൾക്ക് സഹായമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡയാലിസിസ് സെന്റർ തുടങ്ങിയത്. ഡയാലിസിസ് ചെയ്ത് നൽകുന്ന ഒരു ക്ലബ്ബ് നിങ്ങൾക്കൊക്കെ, ഈ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ പങ്കാളികളാകാം. ഒരു ഡയാലിസിസ് മുതൽ 100 ഡയാലിസിസ് വരെ. അങ്ങനെ നിങ്ങൾ നൽകുന്ന പണം കൊണ്ട് ഓരോ വ്യക്തിയും അവരുടെ 2-3 ദിവസത്തെ ജീവിതം തള്ളി നീക്കുന്നത്, ഈ ആശുപത്രിയുടെ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്ന് ഈ വാഴക്കുളം ടൗണിൽ 1500ഓളം ആളുകൾ ഈ വാക്കത്തോണിൽ അടിനിരുന്നെങ്കിൽ ആ ഒരു വലിയ മനസ്സ് ഈ നാടിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇത് വലിയ തുടക്കമാണ്. മഞ്ഞള്ളൂർ, ആവോലി, ആരക്കുഴ, കല്ലൂർക്കാട്, ആയവന എന്നീ പഞ്ചായത്തുകളിലുള്ളവർക്കാണ് പ്രഥമ പരിഗണന. നാടിനൊപ്പം നടക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് വാഴക്കുളത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകൾ പങ്കെടുത്ത പൈനാപ്പിൾ സിറ്റി വാക്കത്തോണും സംഘടിപ്പിച്ചു. 24 തൊടുപുഴ. ICC വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം. ഉച്ചകഴിഞ്ഞ് 3-ന് കൊളംബോയിലാണ് മത്സരം. ശ്രീലങ്കയോട് ജയിച്ചായിരുന്നു ഇന്ത്യയുടെ തുടക്കം. പാകിസ്ഥാൻ ബംഗ്ലാദേശിനോട് ആദ്യ കളിയിൽ തോറ്റിരുന്നു. ഏഷ്യാകപ്പിന് സമാനമായി വനിതാ താരങ്ങളും ഹസ്തദാനം നടത്തില്ല എന്നാണ് വിവരം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസ് കണ്ണൂർ വാരിയേഴ്സ് പോരാട്ടം. രാത്രി 7:30 തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം. കഴിഞ്ഞ സീസണിൽ സെമിയിൽ വീണ ഇരു ടീമുകളും ഇത്തവണ കിരീടം നേടാം എന്ന പ്രതീക്ഷയിലാണ് എത്തുന്നത്. ഇനിയിപ്പോൾ പുറത്തുവരുന്നൊരു വാർത്തയിലേക്കാണ്. UP-യിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഗർഭിണിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി. ഭർത്താവ് സച്ചിനും വീട്ടുകാർക്കുമെതിരെ കേസെടുത്തു. 5 ലക്ഷം കൂടി സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊലപാതകം നടത്തിയത് എന്നാണ് വിവരം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, വിവരങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത്, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ നിന്നും പുറത്തു വരുന്നത്. ഒരു 21 വയസ്സുകാരിയായ യുവതിയോടാണ് അതീവമായ ക്രൂരത ഉണ്ടായിരിക്കുന്നത്. ഗർഭിണിയായ രജനി എന്ന യുവതിയെ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവും സഹോദരിമാരും ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്.
ഈ കഴിഞ്ഞ ഏപ്രിലാണ് രജനി സച്ചിൻ എന്ന ഈ കേസിലെ ഈ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയായ സച്ചിനുമായുള്ള വിവാഹം നടന്നത്. തുടർന്ന് ഇവർ ഗർഭിണിയായിരുന്നു. അതിനിടെ സമീപ ദിവസങ്ങളായി 5 ലക്ഷം രൂപ കൂടി സ്ത്രീധനം വാങ്ങി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രജനിയെ ഈ സച്ചിന്റെ വീട്ടുകാർ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. ഇവർക്ക് ഒരു ടെന്റ് ഹൗസ് ആരംഭിക്കുന്നതിന് വേണ്ടി 5 ലക്ഷം കൂടി രജനിയുടെ വീട്ടുകാരിൽ നിന്നും വാങ്ങി നൽകണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു വെള്ളിയാഴ്ച ഈ മർദ്ദനമുണ്ടായത്. ക്രൂരമായ മർദ്ദനത്തിൽ ഈ 21-കാരിയായ രജനി കൊല്ലപ്പെട്ടു. തുടർന്ന് മറ്റാരും അറിയാതെ ഈ പ്രതികൾ ചേർന്ന് അവരുടെ കൃഷിയിടത്തിൽ തന്നെ രജനിയുടെ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു. പിന്നീട് ഈ യുവതിയുടെ വീട്ടുകാർ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ ഈ പ്രതികൾ സ്ത്രീധനത്തിനു വേണ്ടി യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നും തുടർന്ന് ആരും അറിയാതെ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. തുടർന്നുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതായുമാണ് മേൻപുരി പോലീസ് അറിയിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് ന്യൂമാഹി പെരിങ്ങാടിയിൽ യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ളതാണ്. മരിച്ചത് പ്രദേശവാസിയെ തടഞ്ഞു നിർത്തി കവർച്ച നടത്തിയ പ്രതിക്കൊപ്പമുണ്ടായിരുന്ന ആളാണ്. തയ്യൽ സ്വദേശിയായ ബഷീറാണ് കവർച്ച നടത്തിയത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് ആറ്റക്കൂലത്ത് മുസ്തഫയെ തടഞ്ഞു നിർത്തി പണവും മൊബൈൽ ഫോണും കവർന്നിരുന്നു. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന യുവാവ് മദ്യലഹരിയിൽ റെയിൽവേ ട്രാക്കിന് സമീപം നിൽക്കവേ ട്രെയിൻ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം. നോക്കാമിനി ഇപ്പോഴത്തെ കാലാവസ്ഥ. വാർത്താമഴയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.